ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് മഴ കുറച്ച് കുറവുണ്ടല്ലേ. അപ്പം ഞാനിതാ കുറച്ച് ചെടീൻ്റെയൊക്കെ അടുത്ത് കൂടെ ഒന്ന് വന്നതാണ് കേട്ടോ. ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. മഴയായതുകൊണ്ട് ഇപ്പം മഴ നല്ലോണം നിൽക്കട്ടെ, എന്നിട്ട് ചെടിയും ഇറങ്ങാം. അപ്പോൾ ചെടിയൊക്കെ ഇതാ പൂവൊക്കെ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതും നമ്മളെ ഫുഡും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. മഴയായതുകൊണ്ട് ചെടിയിലൊന്നും വലിയ പണിയെടുക്കാൻ ഉഷാറില്ല കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് നമുക്ക് ഇവരെയൊക്കെ സെറ്റാക്കാം. ഇപ്പോൾ ഇവർ ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരെയും ചെടി വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കഫ്താനാണ് കേട്ടോ. കഫ്താൻ മാക്സി ഡ്രസ്സാണ്. അപ്പോൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വൈറൽ പുലാവാണ് കേട്ടോ. മന്തി റൈസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. നമുക്കിന്നത്തെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഈ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നല്ല ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കുറച്ച് ബസുമതി റൈസും ഒരു 1/2 കിലോ ചിക്കനും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മോഡലിൽ നമുക്ക് ഷോൾഡർ കഫ്താനായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ബാട്ടിക്കിൻ്റെ ഒക്കെ പ്രിൻ്റുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇത് ഷോൾഡർ കഫ്താൻ ചെയ്താലും അല്ലാതെ നമ്മൾ നോർമൽ കഫ്താൻ ചെയ്താലും ഒക്കെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ നോർമലായിട്ട് കഫ്താൻ ചെയ്യുക. ഇത് ഞാൻ നല്ല ലൂസായിട്ട് ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഷോൾഡർ കഫ്താൻ. ഷോൾഡറിൻ്റെ കൈ മാത്രം പുറത്തോട്ടേക്കും ബാക്കി നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ, പക്ഷെ എന്നാൽ ഡ്രസ്സ് നല്ല ലൂസായിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിലധികം കട്ടിങ് കാര്യങ്ങൾ സ്റ്റിച്ചിങ് ഒന്നും അധികം വരുന്നില്ല. ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാൻ. പ്രത്യേകിച്ച് ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൂസായിട്ട്, പ്രത്യേകിച്ച് ലൂസായിട്ടൊക്കെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല മോഡേണൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ചുരിദാർ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ പുതിയ ട്രെൻഡായിട്ട് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാം. പുറത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് നമ്മളെ കയ്യിൽ അത്യാവശ്യം നല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്ലോത്തുകൾ അറിയാമല്ലോ, അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ ഉള്ളിൽ ലൈനിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ലൈനിങ് നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടിപ്പോൾ നമുക്കിതിൻ്റെ തന്നെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിലൊരു പെറ്റിക്കോട്ട് പോലെ കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കൈക്ക് ഇറക്കം ഇല്ലാതെയാണ് നിങ്ങൾ ഷോൾഡർ കഫ്താൻ ചെയ്യുന്നതെങ്കിൽ, അതായത് 3/4 ആയിട്ടല്ല എങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ബനിയൻ ഇട്ടിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു കേവ് ഉണ്ടല്ലോ, ഈ വരച്ച സംഭവം, ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് എടുത്തിട്ടാണ് ഞാൻ കൈക്ക് ലെങ്ത്ത് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷോൾഡർ കഫ്താന് നമ്മൾ പ്രത്യേകിച്ച് കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നില്ല. കൈക്കുഴീൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കൈ കൂടുതൽ ഇറക്കം ആവശ്യമുള്ളവർക്ക്, അപ്പോൾ എനിക്കിപ്പോൾ 3/4 വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ കട്ട് ചെയ്ത് എടുക്കുന്ന തുണിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കൈക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഓപ്പൺ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് മാത്രം ഓപ്പൺ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം 50 ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം 3/4 ഭാഗം കിട്ടും. കുറച്ച് മാത്രമേ പാൻറ്റ് കാണുകയുള്ളൂ. അപ്പോൾ താഴെ മുട്ടിൻ്റെ താഴോട്ടേക്കാണ് ഓപ്പൺ വരുന്നത്. ഇനി വരുന്നത് കഴുത്താണ്. ഫ്രണ്ടിൽ വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പിൽ, യു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ തുണി തുറന്നിട്ട് ഫ്രണ്ടിലെ കഴുത്തും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് അടിച്ച് മറിക്കാം. ഓക്കെ. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ കൈയിൻ്റെ. അപ്പോൾ ഈ ഒരു പീസും നമുക്ക് ഈ ഒരു കേവിൻ്റെ പീസും മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ കട്ടിങ് അത്ര എളുപ്പമാണ്. പിന്നെ ഇതിലെ അളവുകൾ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഓരോരുത്തരുടെ ബോഡിക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിലൊരു 4 ഇഞ്ചോ 2 സൈഡിലും 2 ഇഞ്ച് കൂട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അളവിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം പറയുവാണെങ്കിൽ ഒരു XXL ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ 44 ആയിരിക്കും വരിക. അപ്പം നിങ്ങൾക്ക് ഒരു 46 കൊടുത്താൽ അത്യാവശ്യം ലൂസിൽ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതിലും ലൂസ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ
ലാർജ് മുതൽ XXLകാർക്ക് വരെ യൂസ് ചെയ്യുന്ന അത്രയും ലൂസിലും സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത്രയും ലൂസിലിടാം. അപ്പോൾ എത്രയും കുറഞ്ഞ ഒരു 2 ഇഞ്ചെങ്കിലും ലൂസിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കയ്യിൻ്റെ ഭാഗം ഈ ഇറക്കത്തിൽ മതിയെങ്കിൽ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീസ്. ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് കൈക്ക് ജോയിൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇപ്പോൾ നമ്മളെ മുട്ടിന് താഴോട്ടുള്ള ഭാഗമാണ് അത് വരിക. അപ്പോൾ അവിടെ ഒരു കഫ് പോലെ ഇങ്ങനെ കുറച്ച് ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് അവിടെ മാത്രം കുറച്ച് ടൈറ്റിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും പീസ് ടൈറ്റാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ. കഴുത്ത് തുറന്ന് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ആദ്യം ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കണം. ക്രോസ് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെള്ള ലേസ് വെക്കുവാണെങ്കിൽ അതും ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ അതെല്ലാം അവിടെ 2 ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് കൈയിൻ്റെ കട്ടിക്ക് വരുന്നുണ്ടല്ലോ ലാസ്റ്റ് ഭാഗം, അവിടെ ഈ 2 ബട്ടൺ കൊടുത്താലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ കട്ടിങ് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർക്കാണെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കുറച്ച് ആക്ഷൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നോർമലി ഇതിൻ്റെ അകത്ത് ഞാൻ മുന്നേ ഡബ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. സൗണ്ടൊക്കെ കൊടുത്ത് വെച്ചതാണ്. പിന്നെ നോക്കുമ്പോൾ അതിന് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ എന്തൊക്കെയോ, അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ടാമത് വോയിസ് ഓവർ ചെയ്യുകയാണ് കേട്ടോ. അതാണ് ആക്ഷൻ വേറെയും പറയുന്ന വേറെയും ചെയ്യുന്ന വേറെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിടുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. എത്രയാണോ നിങ്ങൾക്ക് ലൂസ് എക്സ്ട്രാ വേണ്ടത് അത്രയും വെച്ച് ഒരൊറ്റ കട്ടിങ് കൈയും ഇതുമെല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്തിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എത്രത്തോളം കിട്ടുന്നുണ്ട് അത്രയും വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അതേ ഭാഗം കുറച്ച് ലെവലാക്കാനുണ്ട്, ഇതൊന്ന് ലെവലാക്കി കട്ട് ചെയ്യാം കേട്ടോ. നെക്കിൻ്റെ അളവ് പറഞ്ഞു തരാം. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും ബാക്ക് നെക്ക് 3ഉമാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.